எனக்கு ஒரு ஃப்ரெண்ட் இருக்கா, ஒரு தடவை மீட் பண்ணு. போய் சேர்ந்துட்டலாம் மச்சான். സൂര്യ നായകനാക്കി ലക്കി ഭാസ്കർ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം വെങ്കി അട്ലൂരി സംവിധാനം ചെയ്ത വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. സൂര്യക്കൊപ്പം മലയാളി താരം അമിത ബൈജു ചിത്രത്തിൽ നായികയെ എത്തുന്ന ഈ സിനിമ ഒരു ഫാമിലി ഫീൽ ഗുഡ് ഡ്രാമ ജോണറിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ദീർഘകാലമായി അന്താരാഷ്ട്ര തലത്തിൽ മികവ് തെളിയിച്ച ഒരു പ്രമുഖ ഷൂട്ടറായ സഞ്ജയ് വിശ്വനാഥ് എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. പ്രായത്തിന്റെ അവശതകൾ, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഒപ്പം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു പ്രണയം എന്നിവ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുമായും ലക്ഷ്യങ്ങളുമായും ഏറ്റുമുട്ടുന്നു. ഈ പ്രതിസന്ധികളെയും വൈകാരിക മുഹൂർത്തങ്ങളെയും അദ്ദേഹം എങ്ങനെ നേരിടുന്നുവെന്നും യഥാർത്ഥത്തിൽ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താണെന്ന് അദ്ദേഹം എങ്ങനെ തിരിച്ചറിയുന്നു എന്നതുമാണ് സിനിമയുടെ കഥാസാരം. കുടുംബ ബന്ധങ്ങൾക്കും വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. കായിക മേഖലയിലെ പ്രൊഫഷണൽ വെല്ലുവിളികളും കുടുംബത്തിനുള്ളിലെ വൈകാരിക ഘട്ടങ്ങളും കോർത്തിണക്കി തികച്ചും റിയലിസ്റ്റിക് ആയ രീതിയിലാണ് സംവിധായകൻ കഥ പറഞ്ഞു പോകുന്നത്. കരിയറിലെ മറ്റൊരു മികച്ച വേഷത്തിൽ സൂര്യ തിളങ്ങിയിരിക്കുന്നു. പ്രായത്തിന്റെ പക്വതയുള്ള കഥാപാത്രത്തെയും ഒരു സ്പോർട്സ്മാന്റെ മാനസികാവസ്ഥയെയും അദ്ദേഹം വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ മമിത ബൈജു വളരെ ഊർജ്ജസ്വലമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സൂര്യയോടൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിലും പ്രണയരംഗങ്ങളിലും ഇമോഷണൽ സീനുകളിലും തന്റേതായ കയ്യൊപ്പ് പതിപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. രവീണ ടണ്ടൻ, രാധിക ശരത് കുമാർ, ഭവാനി ശ്രീ, ഹർഷ ചെമുടു തുടങ്ങിയ പ്രമുഖ താരങ്ങളും തങ്ങളുടെ വേഷങ്ങൾ മികച്ച രീതിയിൽ തന്നെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വെങ്കി അട്ലൂരിയുടെ മേക്കിംഗ് സ്റ്റൈൽ ചിത്രത്തിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. വൈകാരിക മുഹൂർത്തങ്ങളെയും സ്പോർട്സ് പശ്ചാത്തലത്തെയും കൃത്യമായ ബാലൻസിംഗോടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിമിഷ് രവിയുടെ ദൃശ്യങ്ങൾ സിനിമയുടെ മൂഡിനൊപ്പം പൂർണ്ണമായും ഇണങ്ങി നിൽക്കുന്നവയാണ്. ഷൂട്ടിംഗ് രംഗങ്ങളും വൈകാരിക രംഗങ്ങളും ക്യാമറയിൽ പകർത്തിയ രീതി ഏറെ പ്രശംസനീയം തന്നെ. GV പ്രകാശ് കുമാറിന്റെ സംഗീതം സിനിമയുടെ ആത്മാവാണെന്ന് തന്നെ പറയണം. ചിത്രത്തിലെ പട്ടാമ്പൂച്ചി ഉൾപ്പെടെയുള്ള ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും മികച്ചു നിൽക്കുന്നു. നവീൻ നൂലിയുടെ എഡിറ്റിംഗ് ചിത്രത്തിന് കൃത്യമായ ഒഴുക്ക് നൽകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കോർത്തിരിക്കുന്ന രീതിയിൽ എഡിറ്ററുടെ കയ്യൊപ്പ് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ചിത്രത്തിന്റെ വിഷ്വൽ ടോണും കളർ ഗ്രേഡിംഗും സിനിമയുടെ ഇമോഷണൽ ഡെപ്ത് വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ 1 മണിക്കൂറും 20 മിനിറ്റും കഥാപാത്രങ്ങളുടെ പരിചയപ്പെടുത്തലിലൂടെയും സഞ്ജയ് വിശ്വനാഥിന്റെ കരിയറിലെ ഉയർച്ചകളിലൂടെയുമാണ് ആരംഭിക്കുന്നത്. പ്രണയവും കുടുംബ പശ്ചാത്തലവും കടന്നു വരുന്നതോടെ ചിത്രം വേഗത ആർജിക്കുന്നുമുണ്ട്. കഥയെ തികച്ചും മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന ശക്തമായ തരത്തിലുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇന്റർവെൽ അവസാനിക്കുന്നത്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വന്നാൽ 1 മണിക്കൂർ 21 മിനിറ്റിൽ വൈകാരിക മുഹൂർത്തങ്ങളും കുടുംബ ബന്ധങ്ങളിലെ സംഘർഷങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് സെക്കൻഡ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ കഥ കൂടുതൽ ഇമോഷണലായി മാറുന്നുമുണ്ട്. സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ഭാഗങ്ങളിൽ ഒന്നാണ് ഇതിന്റെ ക്ലൈമാക്സ്. പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചറിവുകളിലൂടെയും ജീവിത മൂല്യങ്ങളുടെ തിരിച്ചറിവിലൂടെയും വളരെ ഹൃദ്യമായ രീതിയിലാണ് സിനിമയുടെ ക്ലൈമാക്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥാഖ്യാനത്തിൽ പൊതുവെ മികച്ച വേഗത നിലനിർത്തിയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ ചില വൈകാരിക രംഗങ്ങൾ നീണ്ടുപോയതിനാൽ ചെറിയ രീതിയിൽ ലാഗ് അനുഭവപ്പെടുത്തിയേക്കാം. എങ്കിലും വലിയ തോതിലുള്ള ബോറടി ചിത്രത്തിലില്ല. ഇനി സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ പറയുകയാണെങ്കിൽ സൂര്യയുടെയും അമിതയുടെയും കോമ്പിനേഷൻ സീനുകളും അവരുടെ പ്രകടനങ്ങളും സിനിമയെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. GV പ്രകാശ് കുമാറിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും നിമിഷ് രവിയുടെ മനോഹരമായ ക്യാമറ വർക്കും വെങ്കി അട്ലൂരിയുടെ സംവിധാന മികവും സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ തന്നെ. ഇനി നെഗറ്റീവ് വശങ്ങളിലേക്ക് വന്നാൽ ചില ഭാഗങ്ങളിൽ കുറച്ച് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള തിരക്കഥയാണ് സിനിമയ്ക്കുള്ളത്. സെക്കൻഡ് ഹാഫിലെ ചില സീനുകളിൽ ചെറിയ ലാഗും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മമിത ബൈജുവിന്റെ ക്യൂട്ട്നെസ് ഒക്കെ ഒരു പരിധി വരെ നല്ലതാണെങ്കിൽ കൂടി ചില സ്ഥലങ്ങളിൽ അത് റിപ്പീറ്റായി വരുന്നതുപോലെ ഫീൽ ചെയ്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്കും സൂര്യ ആരാധകർക്കും ഒരുപോലെ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു ഫീൽ ഗുഡ് ഡ്രാമ മൂവിയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഈ സിനിമയ്ക്ക് നമ്മൾ നൽകുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും വിശേഷങ്ങളും എന്നും നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.